ഇനിയിപ്പോൾ രാഹുൽ സുരേഷ് ചേരുന്നു. കാശ്മീരിൽ എസ് കെ സൗദി അറേബ്യ ജയിലിൽ കഴിയുന്ന മോചനം ഇന്ന് സാധ്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീട്ടുകാർ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. മോചന വാർത്തയ്ക്കാണ് കാത്തിരിപ്പ്. എസ് കെ നേരത്തെ തന്നെ അത് വരും എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ എന്തുകൊണ്ടൊക്കെ കുറച്ചൊക്കെ വൈകി. എന്തായാലും ഇനി അത് വൈകില്ല. ഇന്നൊരു തീരുമാനം ഉണ്ടാകുന്നു പറഞ്ഞു. മിക്കവാറും കോടതി കൂടിയാണ്. പിന്നൊരു ഗവർണറേറ്റിൻ്റെ പെർമിഷൻ, അങ്ങനെ ചില കോടതി നടപടികൾ ബാക്കിയുണ്ട്. എന്തായാലും നമ്മുടെ ലോകത്തുള്ള എല്ലാ മലയാളികളും സംഭരിച്ചു കൂട്ടിയ പണം കൊണ്ട് ദയാദാനം കൊടുത്തു. വരും വിജയകുമാർ. അപ്പോൾ നമ്മൾ രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകാൻ ചേരുന്നു. ഓക്കെ, രാഹുൽ സുരേഷ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ആനിവേഴ്സറി. വിവാഹിതനാണോ? അല്ലല്ല, കല്യാണം ആലോചിക്കുന്നുണ്ടെന്നാ കേട്ടത്. നല്ല പയ്യൻ കേട്ടോ, പെൺകുട്ടികളെ പോയി ചൂണ്ടിക്കാണിച്ചു കാണും. രാഹുൽ, അവരുടെ പ്രതീക്ഷകൾ, അവരുടെ പ്രതികരണം എന്താണ്? എല്ലാ ദിവസവും ഈ കോടതി കേസ് പരിഗണിക്കുന്ന ദിവസങ്ങളിലൊക്കെ വലിയ പ്രതീക്ഷയോടെയാണ് കുടുംബാംഗങ്ങളൊക്കെ കാത്തിരിക്കുന്നത്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ രാഹുൽ? ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ആനിവേഴ്സറി. എല്ലാവരെയും പോലെ ഇന്ന് ഈ റഹീമിന്റെ മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും നാട്ടുകാരും അതോടൊപ്പം തന്നെ നമ്മളും. ഇന്ന് ഇന്ത്യൻ സമയം ഏതാണ്ട് 11:30യോടെയാണ് കേസ് പരിഗണിക്കുന്നത്. 12 മണിയോടെ ഇത് സംബന്ധിച്ച തീരുമാനം പുറത്തേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ അന്തിമ മോചന ഉത്തരവിന് വേണ്ടി ഇന്നത്തേക്ക് കേസ് മാറ്റിവെക്കുകയായിരുന്നു. നമ്മുടെ കൂടെ ചേരുന്നത് റഹീമിന്റെ സഹോദരൻ നസീറും അതോടൊപ്പം തന്നെ റഹീം നിയമസഹായ സമിതി അംഗങ്ങളുമാണ്. ആദ്യം നമുക്ക് നസീറിന്റെ ഒരു പ്രതികരണത്തിൽ പോകാം. നേരത്തെ കേസ് പരിഗണിച്ചതാണ്, ഇന്ന് പക്ഷേ അന്തിമ ഉത്തരവിന് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. കുടുംബത്തിന്റെ ഒരു പ്രതീക്ഷ, ഒരു പ്രതികരണം. ഗുഡ് മോർണിംഗ്. ഇന്ന് ഹാപ്പി ആനിവേഴ്സറി ആശംസിക്കുകയാണ് 24-ന്റെ. അപ്പോൾ നിങ്ങൾ നമുക്ക് വേണ്ടി ഇവിടെ റഹീമിന് വേണ്ടി ഇവിടെ കൂടുതൽ സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ പ്രചരണം നടത്തിയ ഒരു 24 കൂടിയാണല്ലോ. അപ്പോൾ അതിനൊരു ആശംസ അർപ്പിക്കുകയാണ് ഇന്നത്തെ ആനിവേഴ്സറിക്ക് വേണ്ടി. അപ്പോൾ റഹീമിൻ്റെ വിഷയം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കഴിഞ്ഞ സിറ്റിങ്ങിൽ ഇന്നേക്ക് നീട്ടി വെച്ചതാണ്. അപ്പോൾ ഒന്ന് പ്രതീക്ഷിക്കുകയാണ് നമ്മൾ, ഒരു മോചന ഉത്തരവ് ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ്. ആ ഒരു പ്രതീക്ഷയിൽ ഉറച്ചു നിൽക്കുകയാണ്. റഹീം നിയമസഹായ സമിതിക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ വളരെ പ്രതീക്ഷയിലാണ്. നീണ്ട 20 വർഷത്തെ കാത്തിരിപ്പിന് ഇന്ന് വിരാമം ഉണ്ടാവും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ സൗദി കമ്മിറ്റിയിൽ കിട്ടുന്നൊക്കെ വിവരങ്ങളൊക്കെ ഇന്ന് അദ്ദേഹത്തിന് മോചനം ഉണ്ടാവാനാണ് സാധ്യത എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഇന്ത്യൻ എംബസി ഔട്ട് പാസ് അടക്കമുള്ള കാര്യങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും നമ്മൾ വലിയ പ്രതീക്ഷയും വിശ്വാസത്തിലുമാണ്. നമുക്ക് തീർച്ചയായിട്ടും ഇന്ന് മോചനം ലഭിക്കുമെന്ന് വിശ്വാസം. 12 മണിയോടെ ആ ഒരു വിവരം പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും ഇന്ന് 24 6ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ അതേ സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ഒന്നിച്ച് നമുക്ക് വൈകുന്നേരം ഒന്ന് വേണമെങ്കിൽ ലഡുവിധ നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്, വേറൊന്നുമില്ല. ഓക്കെ, അവിടെ നടപടിക്രമങ്ങൾ, അതായത് റഹീമിന്റെ ജയിൽ മോചനം സംബന്ധിച്ച് ഉത്തരവ് ഉണ്ടാവുകയാണെങ്കിൽ റഹീമിനെ കയറ്റി അയക്കാനുള്ള നിയമ നടപടികളെല്ലാം അന്തിമഘട്ടത്തിലാണ്. റഹീമിന്റെ ബാഗ് വരെ റെഡിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ മോചന ഉത്തരവ് ഇന്നുണ്ടാകട്ടെ എന്നാണ് ഈ കുടുംബത്തെ പോലെ തന്നെ നമ്മളും ആഗ്രഹിക്കുന്നത്. ഓക്കെ, താങ്ക് യു. രാഹുൽ സുരേഷാണ്. എന്തായാലും ഞാൻ പ്രത്യേകിച്ച് ഫറൂഖിൽ പോയി ആ ഉമ്മയെ നേരിട്ട് കണ്ടിരുന്നു. റിയാദിലെ ജയിലിലാണ് 18 കൊല്ലമായി അബ്ദുൾ റഹീം ഉള്ളത്. റഹീം കരിപ്പൂർ വിമാനത്താവളം ഇറങ്ങി വരുന്ന ദിവസം ഉമ്മ സ്വപ്നം കണ്ട് അവിടെ കഴിയുകയാണ്. ഇടയ്ക്ക് റിയാദ് ജയിലിൽ പോയി മകനെ കാണാൻ ഉമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി. ഇന്ന് കോടതി വിധി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പെട്ടെന്ന് തന്നെ വിമാനം കയറി അദ്ദേഹം കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങട്ടെ. മാത്രമല്ല കാശ്മീർ നമുക്ക് ശരിക്കും 34 കോടിക്ക് വേണ്ടി നടത്തിയ ഒരു കളക്ഷൻ നമ്മളതിനകത്ത് വളരെ പങ്കുവഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്റ്റീവായിരുന്നു നമ്മൾ. എന്നാൽ അത് 44-45 കോടിയിൽ എത്തിയിട്ടുണ്ട്. മലയാളിയുടെ സ്നേഹം, അതെ, ആൾക്കാരങ്ങ് ഒന്നായി. അപ്പോൾ ആ പൈസ റഹീം വന്നിട്ട് എന്ത് ചെയ്യണം തീരുമാനിക്കാം, ബാക്കി വരുന്ന പൈസ. അപ്പോൾ കാരണം ജനങ്ങളുടെ പൈസയാണല്ലോ, അത് സൂക്ഷിച്ച് ഉപയോഗിക്കണം. അപ്പോൾ അത് നമുക്കും അറിയാം.